മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ചിരിക്കുന്നു. ഫോണിലൂടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തിയെന്ന ആക്ഷേപത്തിന്റെ പേരിലാണ് രാജി. ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് ന്യൂസ് ആൻഡ് വ്യൂസ്. ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെച്ചു. ടെലിഫോണിലൂടെ ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ നടത്തിയെന്ന ആക്ഷേപത്തിന്റെ പേരിലാണ് രാജി. തന്റെ രാജി കുറ്റസമ്മതമല്ലെന്നും ധാർമ്മികതയുടെ പേരിലാണെന്നും ശശീന്ദ്രൻ പറഞ്ഞു. ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു, ആരെയും കുറ്റപ്പെടുത്താനില്ല, നിരപരാധിത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. വാക്കുകളിലേക്ക്. LDF സർക്കാരാണെങ്കിൽ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. ഈ സാഹചര്യത്തിൽ എൻ്റെ ആദ്യത്തെ കടമ ശരിതെറ്റ് എന്നതിനേക്കാൾ ഉപരിയായി ഈ രാഷ്ട്രീയ ധാർമ്മികതയെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ വിവരം ഞാൻ അല്പസമയത്തിന് മുമ്പ് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. എൻ്റെ തീരുമാനം ഞാൻ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ. ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൽ നിന്ന് ഞാനിപ്പോൾ വഹിക്കുന്ന ഗതാഗത വകുപ്പ് മന്ത്രിസ്ഥാനത്തു നിന്നും രാജിവെച്ച് ഒഴിയുക എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കുറ്റസമ്മതമല്ല, മറിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്നത് ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ യശസ്സ്, എൻ്റെ മുന്നണിയുടെ രാഷ്ട്രീയ അന്തസ്സ്, എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ഈ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നതിന് ഞാൻ ഈ സ്ഥാനത്ത് ഇപ്പോൾ തുടരുന്നത് ഉചിതമായിരിക്കുകയില്ല എന്ന എൻ്റെ ഉത്തമ ബോധ്യമാണ്. രാജിക്ക് ശേഷം എ കെ ശശീന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് കേട്ടത്. മലയാളത്തിൽ മിഴി തുറന്ന ഒരു സ്വകാര്യ ചാനൽ, ആ ചാനലാണെന്ന് ഈ ഓഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിട്ടത്. ലൈംഗിക ചുവയുള്ള സംഭാഷണങ്ങൾ അതിൽ എ കെ ശശീന്ദ്രൻ നടത്തുന്നു. ആ ചാനലിന്റെ ഇടപെടൽ അത് വളരെ ഞെട്ടലോടുകൂടിയാണ് രാഷ്ട്രീയ കേരളം ശ്രവിച്ചത്. തുടർന്നുള്ള സാഹചര്യങ്ങൾ, ധാർമ്മികതയെ പറ്റിയൊക്കെയുള്ള ചർച്ചകൾ, മാധ്യമ ധാർമ്മികതയും അടക്കം ചർച്ച ചെയ്യപ്പെടുന്നു. ഒപ്പം ശശീന്ദ്രൻ്റെ നിലപാട് സംബന്ധിച്ച ചർച്ചകളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയം ഇന്ന് എടുക്കുമ്പോൾ നമ്മോടൊപ്പം CPM നേതാവ് പി ബിജു, ഒപ്പം മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സുരേന്ദ്രബാബു, KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ജ്യോതികുമാർ ചാമക്കാല, ഒപ്പം അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, MN കാരശ്ശേരി തുടങ്ങിയവർ തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നു. ശ്രീ പി ബിജു, നിങ്ങളുടെ മന്ത്രിസഭയിലെ രണ്ടാമത്തെ ഒരു മന്ത്രിയാണ് രാജിവെച്ച് ഒഴിയുന്നത്. അതും പ്രത്യേകമായ ഒരു സവിശേഷമായ സാഹചര്യത്തിൽ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലേക്ക്. എങ്ങനെ പ്രതികരണം വരുന്നു? ഈ ഉടനടി ഇന്ന് 3 മണിക്കൂറിന് ശേഷം ആരോപണം വരുന്നു, അതിനുശേഷം രാജി മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നു. ശ്രീ പി ബിജു. രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ധാർമ്മികതയിൽ നിന്നാണ് ഇതുപോലൊരു രാജ്യം ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ്, ആ കാര്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ ഒരു ചാനൽ, പുതുതായി തുടങ്ങിയൊരു ചാനലാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. വാർത്തയുമായി ബന്ധപ്പെട്ട് ഇത് ആരാണ് പരാതിക്കാരിയെ സംബന്ധിച്ചുള്ള വിവരങ്ങളോ മറ്റോ ഒന്നും തന്നെയില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും UDF നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം NCP നേതാവും മന്ത്രിയുമായിരുന്ന ശ്രീ ശശീന്ദ്രൻ സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം ആക്ഷേപം വരുമ്പോൾ ഒരു മന്ത്രിയായി തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നൊരു ബോധം അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് രാജി സ്വീകരിച്ചത്. മുൻകാലങ്ങളിൽ നിന്ന് എന്താണ് നമ്മൾ കണ്ടതാണ്, ഒന്നുകിൽ തെളിവ് കൊണ്ടുവരാൻ പറയും, തെളിവ് കൊണ്ടുവന്നാൽ അത് നശിപ്പിക്കപ്പെടും, തെളിവ് താ എന്ന് പറയും. ആ തെളിവ് അങ്ങോട്ട് കൊണ്ട് ചിലപ്പോൾ അതങ്ങ് പോലീസിനെ ഉപയോഗിച്ച് നശിപ്പിക്കും. 164 സ്റ്റേറ്റ്മെൻറ്റ് വന്നാൽ പോലും അതിനെതിരെ നടപടി സ്വീകരിക്കില്ല. ഒരു ഡസനിലധികം വരുന്ന മന്ത്രിമാർക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ പരസ്യമായി, ഇതിപ്പോൾ ആരാണ് വാദിയെന്ന് എന്തായാലും എനിക്ക് ഈ സമയം വരെ അറിയില്ല. ഇത് പരസ്യമായി പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഒരു MLA കൊണ്ടുവന്ന് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ വീണ്ടും ആ പേരുകളിലേക്കൊന്നും പോകുന്നില്ല. 2-3 മന്ത്രിമാരെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞു, MP മാരെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞു, മന്ത്രി ഓഫീസുകളെ സംബന്ധിച്ച്, മന്ത്രിമാരുടെ വസതികളെ സംബന്ധിച്ച് ആക്ഷേപം ഉയർന്നു വന്നു. അതായിരുന്നു UDFൻ്റെ സമീപനം.
സ്ത്രീകൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഇത്തരം ആക്ഷേപങ്ങളെ സംബന്ധിച്ച് പുല്ലുവില പോലും അവർ നൽകിയിരുന്നില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് പൊതുവിൽ LDF സ്വീകരിക്കുന്നത്. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപന നയമുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം നൽകുന്ന ഒരു ഗവൺമെൻറ് ആയിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് ഭാഗമായി നിന്നൊരു മന്ത്രിയാണ്. ആ മന്ത്രിയെ സംബന്ധിച്ചൊരു പുതുതായിട്ടുള്ള ചാനൽ അവർക്ക് ഒരു അവർക്ക് ഒന്ന് ഞങ്ങളിങ്ങനെ വന്നു എന്ന് സമൂഹത്തെ അറിയിക്കുന്നതിന് വേണ്ടി ഒരു വാർത്ത കൊണ്ടുവരുന്നു. ആ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അപ്പോൾ തന്നെ രാജിവെച്ചു. യെസ്, അതാണ് ശ്രീ ബിജുവിന്റെ മറുപടി. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, 3 മണിക്കൂറിന് ശേഷം ഒരുപക്ഷെ കേരളം ശ്രവിച്ച ഞെട്ടലുള്ള വാർത്തയ്ക്ക് മുഖ്യമന്ത്രി അദ്ദേഹം മറ്റൊരു തരത്തിലൊന്നും മാധ്യമങ്ങളോട് സംസാരിക്കാതെ 3 മണിക്കൂറിനുള്ളിൽ ആ ആരോപണ വിധേയൻ രാജിവെച്ച് പിന്മാറുന്നു. അത് ഒരർത്ഥത്തിൽ വലിയൊരു ധാർമ്മികതയുടെ തലം തുറന്നിടുന്നുണ്ട്. നിങ്ങളൊരു രാഷ്ട്രീയമായി തന്നെ ഇക്കാര്യത്തിൽ നിന്ന് പ്രതികരണങ്ങളൊക്കെ തന്നെ വരുന്നതും കണ്ടു. എങ്ങനെയാണ് താങ്കളുടെ KPCയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? പ്രതീക്ഷ, ഇതിനകത്ത് 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ സംഭവം ഉണ്ടായതുമായി ബന്ധപ്പെട്ട് അതിൽ കക്ഷിയായിരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ് എന്നതിലുള്ള ഒരു രാഷ്ട്രീയ വശം. മറ്റൊന്ന്, ഇതിൻ്റെ ധാർമ്മികതയുടെ വശം. ഈ ഒരു ചാനൽ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള ഡിസ്കഷൻ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ പരാതിക്കാരില്ലാതെ ഇത്തരത്തിൽ വരുന്നത് അത് നമ്മൾ പ്രത്യേകം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ ബിജു പറഞ്ഞു പോയത് വളരെ ലൈറ്റായിട്ട് പറഞ്ഞു പോവുകയാണ്. കാരണം ഒരു മന്ത്രി ഇങ്ങനെ ഒരു ആരോപണം വന്നു, എവിടുന്നോ വന്ന ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു മന്ത്രി അങ്ങ് രാജിവെച്ചു പോയി, ഞങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്നൊക്കെ. ഒപ്പം ഒരു കുറ്റപ്പെടുത്തലുണ്ടായി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒരുപാട് പേർക്കെതിരെ ആക്ഷേപങ്ങളുണ്ടായിരുന്നു, ആരോപണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവരാരും ചെയ്തില്ല, തെളിവ് വേണമെന്നൊക്കെ പറഞ്ഞു. അന്നും ഈ വിഷയം വന്നപ്പോഴൊക്കെ UDFൻ്റെ കാലത്ത് വന്ന അന്വേഷണത്തിനെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ LDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 11 മാസമാകുന്നു. ആ അന്വേഷണത്തിൽ വസ്തുതകളുണ്ടായിരുന്ന LDF സർക്കാരിന് പുറത്തു കൊണ്ടുവരാമായിരുന്നു. അത് ഞാൻ അതിനെക്കുറിച്ച് അത്രയും മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ. 1. 2, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ UDF സർക്കാരിനെ കമ്പയർ ചെയ്യുമ്പോൾ LDF സർക്കാർ മുന്നോട്ട് വെച്ച ആശയങ്ങളോട് ആഭിമുഖ്യമുള്ളത് കൊണ്ടാണല്ലോ ജനങ്ങൾ സർക്കാരിന് അനുകൂലമായി വോട്ട് ചെയ്തതും UDFനെ തോൽപ്പിച്ചതും. അപ്പോൾ UDFൻ്റെ കുഴപ്പങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് ഞങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് ജനങ്ങൾ ഞങ്ങളെ തിരസ്കരിച്ചത്. പകരം LDFൻ്റെ വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ടാണ് LDFനെ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവന്നത്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായ വീഴ്ചകളെല്ലാം ഞങ്ങൾക്ക് ആവർത്തിക്കാനാകും എന്നുള്ള രീതിയിലേക്കല്ല കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു ഭാഗം. ഇവിടെ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി 3 മണിക്കൂർ രാജിവെച്ചു, 4 മണിക്കൂർ രാജിവെച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും പ്രജീഷിനും അറിയാം ഇത് കുറേ ദിവസങ്ങളായി. ഇന്ന് ഈ ചാനൽ പുതുതായി രംഗത്ത് വരുന്നുവെന്നും ആ ചാനലിലൊരു ബോംബുണ്ടെന്നും അത് എന്താണെന്നതിനെ സംബന്ധിച്ച് ഇന്ന് മന്ത്രി തന്നെ മന്ത്രിയുടെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന പത്രസമ്മേളനത്തിന് മുമ്പ് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു, എന്നെ ഇന്നലെ ഓടിച്ചിട്ട് ആ ചാനലിൻ്റെ പ്രവർത്തകർ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചൊരു ബൈറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ സംശയിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പത്രക്കാരോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഈ സമൂഹത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലനിൽക്കുന്ന ഒരു അഭ്യൂഹമായിരുന്നു. അത് ആര് എന്നതിനെ സംബന്ധിച്ച് മാത്രമേ പൊതുവായി എല്ലാവർക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്ന് അത്തരത്തിൽ തെളിവും സഹിതം പുറത്തു വന്നിരിക്കുന്നു. മന്ത്രി രാജിവെച്ചിരിക്കുന്നു. മന്ത്രി സ്വാഭാവികമായും മന്ത്രിക്ക് ഇത്രയും തെളിവുകൾ വരുമ്പോൾ ഒന്നുകിൽ അദ്ദേഹത്തിൻ്റെ സൗണ്ട് അല്ല എന്ന് പറയണം, അല്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായും ചെയ്യേണ്ടത് ഏത് മന്ത്രിയായാലും ഇത്രയും തെളിവുകൾ സഹിതം വരുമ്പോൾ രാജിവെക്കുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല. ഇവിടെ അദ്ദേഹം രാജിവെച്ചതിനെ ഞാൻ ചോദിക്കട്ടെ, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നു, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിച്ച് അതിൽ വസ്തുതകളുണ്ടെങ്കിൽ മുഖ്യമന്ത്രി നടപടിയെടുക്കണമെന്ന് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത്. ഞങ്ങളെ എപ്പോഴാണ് അല്ലല്ല അദ്ദേഹത്തിൻ്റെ ബൈറ്റ് കാണട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ആരോപണം വന്നിരിക്കുന്നു, ആ ആരോപണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിച്ച് അതിനകത്ത് അടിസ്ഥാനപരമായി കാര്യങ്ങളുണ്ടെങ്കിൽ രാജിവെക്കണം, അല്ലെങ്കിൽ പുറത്താക്കണം. അത് സ്വാഭാവികമാണ്, അത് പ്രതിപക്ഷത്തിൻ്റെ റോളാണ്. പക്ഷേ അതിനപ്പുറമായി ഇതിനെക്കുറിച്ച് വലിയൊരു പ്രചണ്ഡമായ ക്യാമ്പയിനോ അതിലേക്കൊന്നും ഞങ്ങൾ പോയില്ല. അങ്ങനെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ വരുമ്പോൾ ധാർമ്മികതയുടെ മുൻകാല ചരിത്രങ്ങൾ കൂടി ഒരുപക്ഷെ അതിന്റെ ഉൾക്കൊള്ളുന്നുണ്ടാവണം. അതുകൊണ്ട് പ്രതികരണത്തിലേക്ക് പോലും പോകാൻ കഴിയുന്നില്ല എന്നൊരു അവസ്ഥയാണ്. അല്ല പ്രജീഷേ, അങ്ങനെയാണെങ്കിൽ പറയാം. ഇപ്പോൾ അദ്ദേഹം ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആയിരുന്നല്ലോ. മുൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർമാർ 3 പേര് ഇതേപോലെ തന്നെ ഈ ലൈംഗിക ആരോപണങ്ങളിൽപ്പെട്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് പോയിട്ടുണ്ടല്ലോ. ഇവർ 3 പേരും ഇപ്പോൾ ഏത് പാളയത്തിലാണ്? അവർ 3 LDFിലല്ലേ? അപ്പോൾ എന്താ അതിനെക്കുറിച്ച് പറയാത്തത്? ശ്രീ നീലിനെ സംബന്ധിച്ചാലും ശ്രീ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചാലും ശ്രീ തെറ്റലിനെ കുറിച്ചാലും എന്താ ഇപ്പോൾ ഒന്നും പറയാത്തത്? അപ്പോൾ അതല്ല, ആര് തെറ്റ് ചെയ്താലും അതിനകത്ത് രാഷ്ട്രീയമല്ല നോക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഒരു ധാർമ്മികതയുടെ ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഇത്തരത്തിൽ ഒരു വാദിയില്ലാതെ ഒരു വിഷയം, അതിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, അത് വേറെ ഭാഗമാണ്. പക്ഷേ ശ്രീ കാരശ്ശേരി മാഷ്, ഇവിടെ ഇന്ന് ഈ വാർത്ത പുറത്തേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ
മുതിർന്ന മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയും പോസ്റ്റ് ചെയ്യുകയാണ്. ഇതാണോ യഥാർത്ഥ മാധ്യമ പ്രവർത്തനം? ഇതാണോ യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ ഒരു ചാനൽ മിഴി തുറക്കുമ്പോൾ കേരളം കാക്കുന്ന അല്ലെങ്കിൽ നൈതികത, അവിടെ ഒരു സീമ, നൈതികതയുടെ ഒക്കെ തന്നെ മാധ്യമ എത്തിക്സിൻ്റെ ഒക്കെ തന്നെ ഒരു സീമയുണ്ട്, അതിനും അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ജീർണിച്ച ഒരു സംസ്കാരത്തിലേക്ക് പോകുന്നു. കിടപ്പറയിലോ അല്ലെങ്കിൽ സ്വകാര്യതയിലേക്കടക്കം ഒപ്പിയെടുത്ത് ക്യാമറ കണ്ണുകൾ കൊണ്ടുപോകുന്ന ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് പോകുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇന്നത്തെ ഈ സാഹചര്യങ്ങളെ വിവക്ഷിക്കുന്നത്? എൻ്റെ നോട്ടത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ്റെ രാജി അനാവശ്യമാണ്. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ രാജി മടക്കി അയക്കുകയാണ്, അദ്ദേഹത്തോട് സ്ഥാനത്ത് തുടരാൻ പറയുകയാണ്. മാത്രമല്ല, എന്ത് അധികാരത്തിലും എന്ത് ധാർമ്മികതയിലുമാണ് ആ ചാനൽ ആ സംഭാഷണം പുറത്തുവിട്ടത് എന്ന് അന്വേഷിക്കുകയാണ് അദ്ദേഹം വേണ്ടത്. കാരണം AK ശശീന്ദ്രനെതിരായിട്ട് ആരും ഒരു പരാതിയും കൊടുത്തായിട്ട് നമുക്കറിയില്ല. ഈ സംഭാഷണം ആരെങ്കിലും മിമിക്രി കാണിച്ചതാണോ, അദ്ദേഹത്തെ ട്രാപ്പ് ചെയ്താണോ നമുക്കറിയില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റിനോ ജനങ്ങൾക്കോ എന്തെങ്കിലും കഷ്ടമോ നഷ്ടമോ ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. ഇങ്ങനെ ഒരു സംഭാഷണം വലിയ അന്യായമാണ് ആ ചാനൽ ചെയ്തത്. അവർക്കറിയാം കുട്ടികളെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത്ര അസംബന്ധമായ അശ്ലീലമായ ഒരു സാധനം 5-8 മിനിറ്റ് ദൈർഘ്യമുള്ളത് ഒരു മന്ത്രിക്കെതിരായിട്ട് ഉപയോഗിക്കുകയാണ്. ആരാണ് എന്ത് പരാതിയാണ്, ആരാണ് ശശീന്ദ്രനെതിരായിട്ട് പരാതി പറഞ്ഞത്? ഈ സംഭാഷണം പുറത്തു വന്നതിന് എന്താ വേണ്ടത്? അപ്പൊ ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക്, ആളുകളുടെ സ്വകാര്യതയിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇപ്പൊ ജോസ് തെറ്റേലിന്റെ കാര്യത്തിൽ കോടതി അത് പറഞ്ഞിരുന്നു. എന്തൊരു അന്യായം അദ്ദേഹത്തോട് കാണിച്ചത്! അദ്ദേഹം ബലാത്സംഗ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അങ്ങനെ തന്നെ കാണിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ ചെയ്തത് എത്ര വട്ടം. കാരണം ഒരു സ്ത്രീ അവരുടെ സമ്മതപ്രകാരം, അവരുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തിയതിന്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ രാജ്മോഹൻ ഉണ്ണിത്താനെ പിടിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പൊ സദാചാര പോലീസിംഗ് കൊണ്ട് നിയന്ത്രിക്കാവുന്ന ഒരു സാധനമായിട്ട് നമ്മുടെ രാഷ്ട്രീയം മാറുകയാണ്. ഇതിന് LDF അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രി ശശീന്ദ്രൻ നിന്നുകൊടുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ ചർച്ച ചെയ്യേണ്ടത് ആ മാധ്യമത്തിന്റെ ധാർമ്മികതയാണ്, വ്യക്തികളുടെ സ്വകാര്യത. അതാണ് ആ ചർച്ചയിലേക്ക് പൊതുസമൂഹം, ആ ചർച്ച, ഈ വിഷയത്തെ ചർച്ചയ്ക്ക് തലം തുറന്നിടുന്നത് ആ മാധ്യമത്തിന്റെ ധാർമ്മികത. ശ്രീ ഭാസുരേന്ദ്ര ബാബു, താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. കൈകാര്യം ചെയ്ത മാധ്യമങ്ങളെ അല്ലെങ്കിൽ വിശകലനങ്ങളൊക്കെ പല വിഷയങ്ങൾ വിശകലനം ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്ന് കേരളത്തിൽ സംഭവിച്ച ഈ ഒളിക്യാമറ അല്ലെങ്കിൽ ഈ ഓഡിയോ ക്ലിപ്പിംഗ് അത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ സ്വീകരിച്ച മാർഗങ്ങൾ, അത് ഈ മെറിറ്റിലേക്കടക്കം പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ഒരു പക്ഷേ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അജിത്ത് അതിൻ്റെ നിയമവശം പറയും. ഇവിടെ ധാർമ്മികത, മാധ്യമത്തിൻ്റെ ധാർമ്മികത, ഒരു പത്രപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥ ധാർമ്മികത, ആ വശത്തിലേക്ക് ഈ ചർച്ച കേന്ദ്രീകരിച്ചാൽ. അല്ല, അതിനകത്ത് ഈ ചാനലിൻ്റെ ഉദ്ഘാടനത്തിന് പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിരുന്നു. അന്ന് തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, സെൻസേഷണലിസ്റ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജേർണലിസ്റ്റ് രീതിയാണ് ഇവിടെ ഉള്ളത്, ഈ ചാനൽ അങ്ങനെ ആകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അപ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇതും അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് ആ വേദിയിൽ തന്നെ പറയുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം ശ്രീ MN കാരശ്ശേരിയൊക്കെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒരു ശരാശരി മലയാളി ആലോചിക്കുന്ന കാര്യമാണ്. സത്യത്തിൽ ഈ ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ തുറന്നു വെച്ച കണ്ണ്, ആ കണ്ണിൻ്റെ നേരെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് എന്ന നിലയ്ക്ക് പൊതുപ്രവർത്തകർ ജീവിക്കേണ്ട കാലം വന്നിരിക്കുന്നു കാരശ്ശേരി. അതൊരു മോശം കാര്യമല്ല. ഇപ്പോൾ സംഭവിക്കുന്നതിൻ്റെ മോശത്തരം താങ്കൾ സൂചിപ്പിച്ചു, ശരിയാണ്. പക്ഷേ പൊതുപ്രവർത്തകർ അവരുടെ സ്വകാര്യ ജീവിതത്തിൽ പലതും പാലിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം എനിക്കും താങ്കൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ജീവിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം നമുക്കറിയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു കൈക്കൂലി കേസുമായി ബന്ധിപ്പിച്ചായിരുന്നല്ലോ BJPയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന് ആ സ്ഥാനം നഷ്ടപ്പെടേണ്ടി വന്നത്, നമുക്കൊക്കെ അറിയാമല്ലോ. അന്നൊരു റഷ്യൻ കമ്പനി, ഇവർ സൂചിപ്പിച്ച റഷ്യൻ കമ്പനി നിലനിൽക്കുന്നേയില്ല. ഇല്ലാത്ത ഒരു റഷ്യൻ കമ്പനിയുടെ മേൽ അദ്ദേഹത്തിൻ്റെ കൈക്കൂലി കൊടുക്കുന്നതിന് സഹായിക്കണമെന്ന് പറഞ്ഞ് കൈക്കൂലി കൊടുത്തു. ആ കൈക്കൂലി അദ്ദേഹം വാങ്ങി വയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു. അന്വേഷിച്ചു വന്നാൽ ഇതൊന്നുമില്ല, ഇറ്റ്സ് എ ഫിക്ഷൻ.
ആ അർത്ഥത്തിലാണ് കാര്യങ്ങൾ നടന്നത്. നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ മാധ്യമങ്ങളുടെ വൈപുല്യം മൂലം ഏത് സാഹചര്യത്തിലും ഏതൊരാളും തുറന്നു വെച്ച ഒരു മാധ്യമ കണ്ണിൻ്റെ മുന്നിലാണിരിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം. അത്രത്തെയും ജാഗ്രതയും വേണം. എന്തുകൊണ്ടെന്നാൽ മന്ത്രിസ്ഥാനം ആരും ഏൽപ്പിച്ചു കൊടുത്തതല്ലല്ലോ, സ്വയം ഏറ്റതല്ലേ. മന്ത്രിസ്ഥാനം മാത്രമല്ല, എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും ഏറ്റതാണ്. ഞാനതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞ് വന്ന് ഏറ്റതാണ്. ഏൽക്കുക മാത്രമല്ല, ഒരു സത്യപ്രതിജ്ഞാവാചകം ചൊല്ലി ഏറ്റതാണ്. അപ്പോൾ അത് പാലിക്കാൻ നിർബന്ധമാണ്. സാധാരണ ആളുകൾ ഈ പോർണോഗ്രാഫിക്കൽ സെക്സ് പ്രൊവോക്കേറ്റീവ് ഡയലോഗ് അടിക്കുന്ന യൂട്യൂബിൽ ഇഷ്ടംമാതിരി നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർക്ക് ആർക്കും ഒരു കേസും എടുക്കുന്നില്ല ആരും. കാരണം അവരൊക്കെ സാമാന്യ ആളുകളാണ്. പക്ഷെ മന്ത്രി അത് ചെയ്തുകൂടാ. യെസ്, അവിടെ താങ്കൾ അത് പറയുമ്പോഴും അത് വ്യക്തമാണ്. അത് താങ്കൾ പറയുന്നത് വ്യക്തമായ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ മറുവശം ഞാനാണ് പല തലങ്ങളാണ് ഞാനൊരു പക്ഷേ നിയമവശം, മാധ്യമ ധാർമ്മികത, ശശീന്ദ്രൻ ചെയ്ത അല്ലെങ്കിൽ തെറ്റെന്നിപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഈ നിമിഷം പറയാൻ കഴിയുന്ന കാര്യം. ഇവിടെ ആ മാധ്യമത്തിൻ്റെ ഇടപെടൽ സംബന്ധിച്ച് ഒരു പുതിയൊരു സംസ്കാരമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? എന്തുകൊണ്ട് ഇത്തരം ഒരു വിമർശനം കൂടി പൊതുസമൂഹത്തിൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടാകുന്നു ഈ മാധ്യമത്തിനെതിരെ? ഒരു മാധ്യമം ഒരുപക്ഷെ അതിൻ്റെ ആരംഭം ഇങ്ങനെ ആയിരിക്കരുതായിരുന്നു, വൈലോപ്പള്ളി പാടുന്ന മാതിരി. ഇതൊക്കെ ഒരു മറ്റൊരു തരത്തിലായിരുന്നെങ്കിൽ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷേ ആ മാധ്യമമാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞില്ല, ഉദ്ഘാടന മീറ്റിങ്ങിൽ വെച്ച് തന്നെ പിന്നെ മുഖ്യമന്ത്രി പറയുകയുണ്ടായി, സെൻസേഷൻ ലിസ്റ്റിൽ ആശ്രയിച്ച് ജീവിക്കാത്ത ഒരു മാധ്യമമായി ഇത് നിലനിൽക്കട്ടെ എന്നാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അപ്പോൾ തന്നെ അതിൻ്റെ പ്രണേതാക്കൾ പറഞ്ഞു, സെൻസേഷനിൽ ആശ്രയിക്കാതെ ഞെട്ടിക്കുന്ന വാർത്ത, താങ്കൾ പറഞ്ഞത് മാതിരി, താങ്കൾ സൂചിപ്പിച്ച അങ്ങനെയല്ലേ, ഞെട്ടിക്കുന്ന വാർത്തകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് അവർ അവതരിപ്പിച്ച ആ വാർത്തയുടെ പ്രൊമോയിൽ അവർ പറഞ്ഞതെന്താ? ഞെട്ടിക്കുന്ന വാർത്ത. ഞെട്ടണം വാർത്ത കൊണ്ട്. വാർത്ത എന്നാൽ ഞെട്ടിക്കുന്നതെന്തോ എന്ന നിലയ്ക്ക് സംസാരിക്കാൻ കഴിയുന്നത് ഇവരുടെയൊക്കെ നിത്യജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ, അത് പണത്തിൻ്റെ പേരിലായാൽ, അല്ലെങ്കിൽ പവർ ബ്രോക്കറേജിൻ്റെ പേരിലായാൽ, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ തൃഷ്ണകളുടെ പേരിലായാൽ ഒക്കെ സംഭവിക്കുന്നു. അവർ സത്യപ്രതിജ്ഞ ചെയ്ത മാതിരി ജീവിക്കുന്നില്ല കാരശ്ശേരി. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് കാണിക്കണമോ വേണ്ടയോ എന്നത് വേറൊരു കാര്യം. അതിൻ്റെ ധാർമ്മികതയിലേക്ക് സംസാരിക്കാം. പക്ഷേ അവർക്കടക്കം വേണം. തീർച്ചയായും ശ്രീ ശാസ്തമംഗലം അജിത്ത്, ഇവിടെ വാസുരേന്ദ്ര ബാബു സൂചിപ്പിച്ച കാര്യമുണ്ട്. കാരശ്ശേരി മാഷ് രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് ചർച്ചകൾ നടത്തി. കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു കാര്യം ഒരുപക്ഷെ അപകടകരമായ മാധ്യമ പ്രവർത്തനത്തിന്റെ രീതി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇവിടെ നിയമവശം ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, കാരണം ഇവിടെ ബിജുവിനടക്കം ബോധ്യമുണ്ട്, എല്ലാവർക്കും ബോധ്യമുണ്ട്, ഇവിടെ ഒരു സ്ത്രീ ശബ്ദം അതിലേക്ക് വരുന്നില്ല. ശശീന്ദ്രൻ്റെ ശബ്ദം അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് മാത്രമാണ്. നിയമത്തിലേക്കടക്കം പോയി കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം നിലനിൽപ്പുണ്ട്, ധാർമ്മികത മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ സംഭവത്തെ ഞാൻ രണ്ട് രീതിയിൽ കാണുകയാണ്. ഒന്ന്, IPC-നകത്ത് ഒരു വകുപ്പിനകത്ത് ഇത് വരികയില്ല. ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇഷ്ടപ്രകാരം ഒരു സംസാരം ഫോണിൽ കൂടിയോ അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടിയോ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിൽ കൂടിയോ അങ്ങോട്ടും ഇങ്ങോട്ടോ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വകുപ്പ് പ്രകാരം ഒഫൻസ് ആവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം അതൊരു ഒഫൻസ് അല്ല. ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് അതൊരു ഒഫൻസ് അല്ല. അതുകൊണ്ട് ഇത് യാതൊരു തരത്തിലും ഒരു ഒഫൻസ് ആകുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും രസകരമായ മറ്റൊരു തലം ഞാൻ പറയാം. ഇതിനകത്ത് മന്ത്രി AK ശശീന്ദ്രൻ ചെയ്തത് രണ്ട് തെറ്റാണ്. ഒന്ന്, അദ്ദേഹം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സമ്മതിക്കണമായിരുന്നു. ഞാനിത് ചെയ്തു, അതുകൊണ്ട് എന്താ, എനിക്കിഷ്ടമുള്ള സ്ത്രീയെടുത്ത് ഞാൻ സംസാരിച്ചു, ഞാനത് ഏൽക്കാൻ തയ്യാറാണ്, ഞാനൊരു ജനപ്രതിനിധിയാണ്, സത്യസന്ധമായിട്ട് പെരുമാറുന്ന ഒരാളാണ്, എനിക്കൊരു സ്ത്രീയുമായിട്ട് അങ്ങനെ ബന്ധമുണ്ട്, ഞങ്ങൾ അതിൻ്റെ പേരിൽ സംസാരിച്ചു, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ ഓത്ത് ഓഫ് ഓഫീസ്, ഞാൻ ഗവർണറുടെ മുമ്പിൽ കൊടുത്ത ഓത്ത് ഓഫ് ഓഫീസിന് എതിരെ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇതെൻ്റെ തികച്ചും സ്വകാര്യമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ സ്വകാര്യമായ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ എനിക്ക് അവകാശമുണ്ട്. ഇത് എൻ്റെ ബെഡ്റൂമിനകത്തും എൻ്റെ ബാത്റൂമിനകത്തും കയറി വീഡിയോ എടുക്കാനും ഒരു മൊബൈൽ ഹാക്ക് ചെയ്യാനും ഇവിടെ ലോകത്ത് ആർക്കും അവകാശമില്ല. അത് എൻ്റെ റൈറ്റ് ഓഫ് പ്രൈവസിയുടെ വയലേഷനാണ്. ഇതാണ് നിയമം. ഞാൻ ഈ രാജ്യത്തെ സാധാരണ ഒരു പൗരനാണ്. ഞാനൊരു മന്ത്രിയായതുകൊണ്ട് മാറ്റുന്നില്ല. അവിടെയാണ് ശശീന്ദ്രന് തെറ്റിപ്പോയത്. ശശീന്ദ്രൻ വളരെ ശക്തമായിട്ട് ഇതിനെ പ്രതിരോധിക്കണമായിരുന്നു. നമ്പർ 1, ഞാനിത് ചെയ്തിട്ടുണ്ട്. നമ്പർ 2, ഞാനിത് രാജിവെക്കേണ്ട യാതൊരു കാര്യവുമില്ല. എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓത്തിന് എതിരെ യാതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത് എൻ്റെ സ്വകാര്യമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് സാധാരണ ജനങ്ങൾക്ക് വേണമെന്ന് പറയുന്ന മൊറാലിറ്റിയുടെ അപ്പുറത്തൊരു മൊറാലിറ്റി വേണമെന്ന് രാഷ്ട്രീയക്കാർക്ക് നമ്മൾ പറയുന്നത് കൊണ്ടാണ് നമ്മൾ സദാചാര പോലീസ് ആകുന്നത്. നമ്മളാരും സദാചാര പോലീസ് ആകേണ്ട കാര്യമില്ല. ഈ സാധനത്തെ വളരെ വളരെ സാധാരണ രീതിയിൽ കാണൂ. അമേരിക്കൻ പ്രസിഡന്റ്
പ്രസിഡന്റ് ബിൽ ക്ലിന്റനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നു. അദ്ദേഹം അത് ഏറ്റു. അമേരിക്കൻ പബ്ലിക് അത് അക്സെപ്റ്റ് ചെയ്തു. രാജ്യത്ത് എല്ലായിടത്തും ഉള്ള കാര്യമാണത്. ഇതിനകത്ത് വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഒരു പുരുഷനും സ്ത്രീയും കൂടെ ഒരു ഫോണിൽ സംസാരിച്ചു. ഒരുപക്ഷെ അവരുടെ തികച്ചും സ്വകാര്യമായ ഒരു കാര്യത്തിൽ അത് ലൈംഗികമായ ചുവതയുള്ള സംസാരം അവർക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട സംസാരമാണെങ്കിൽ ഏത് നിയമത്തിലാണ് അത് കുറ്റമാവുക? എങ്ങനെയാണ് അദ്ദേഹത്തെ വേട്ടയാടിപ്പെടുക? അദ്ദേഹത്തെ കുടുംബത്തെ ഹനിക്കാനായിട്ട് ആരാണ് അവകാശം കൊടുത്തത്? അദ്ദേഹത്തിന് ഭാര്യയില്ലേ? അദ്ദേഹത്തിന് മക്കളില്ലേ? അവർക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഇത്തരം കാര്യങ്ങളെപ്പറ്റി മാധ്യമങ്ങൾ ചിന്തിക്കണം. പ്രസ് കൗൺസിലിനെതിരെ അദ്ദേഹം പരാതി കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഈ മീഡിയക്കെതിരെ പ്രസ് കൗൺസിൽ അദ്ദേഹം ഈ സംഭവം ഏൽക്കണം. ഞാനൊരു സ്ത്രീയുമായിട്ട് സംസാരിച്ചു, പക്ഷേ ഇത് ഈ രീതിയിൽ ഹാക്ക് ചെയ്ത് പുറത്തുവിട്ടത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിന്റെ വയലേഷനാണ്. ഇതിനെ സംബന്ധിച്ച് നടപടിയെടുക്കണം എന്ന് സധൈര്യം മുന്നോട്ട് വരണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ടത്.